മഹി, മഹി! നാശം. മനുഷ്യനൊരു നിമിഷം സ്വസ്ഥതയില്ലെന്ന് വെച്ചാ പപ്പടം കാച്ചനോ മാവാട്ടനോ മറ്റായിരിക്കും. ഇനി എങ്ങനെ ഇവിടെ അച്ഛൻ ചത്തോ? ഒരൊറ്റ ചവിട്ട. എന്തായി ആമി? മഹി എന്തായി വരച്ചു വെച്ചിരിക്കുന്നേ? വീടിന്റെ പ്ലാൻ. ഇത് ഗ്രൗണ്ട് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറാ? ഗ്രൗണ്ട് ഫ്ലോർ. അയ്യേ, എന്നിട്ടാണോ സ്റ്റെയറിന്റെ പൊസിഷൻ ഇവിടെ വെച്ചിരിക്കുന്നേ? കേറി വന്ന ആദ്യം കാണും സ്റ്റെയർ കേസ്. ഒന്ന് മാറ്റി വരയ്ക്കേ, അല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. പാർട്ടി അപ്രൂവ് ചെയ്ത ഡിസൈനാണത്. അങ്ങേർക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുകയും ചെയ്തു. പ്രൊഫഷണൽ ഭാര്യയുടെ സജഷൻസ് ഉള്ളത് നല്ലതാണ്, പക്ഷേ അതൊരിക്കലും ബാലിശമായ വിമർശനമാകരുത്. പാർട്ടിക്ക് ഇഷ്ടമായി കാണും, എനിക്ക് തീരെ ഇഷ്ടമായില്ല. വന്ന് മഹിയുടെ ഡിസൈൻസ് ഒക്കെ റിപ്പീറ്റേഷൻ ആയി വരിക. അത് ഞാൻ സഹിച്ചു. അങ്ങനെ സഹിച്ചാൽ എങ്ങനെയാ? ആർക്കിടെക്ട്സിന് ഒരു പഞ്ഞും ഇല്ലാത്ത കാലമാ. വർക്ക് കുറഞ്ഞാലേ അത് എന്നെയും കൂടെയാ ബാധിക്കുന്നത്. ഒരു വീഴ്ച ഉണ്ടാവാൻ എളുപ്പാ. സൂക്ഷിച്ചും കണ്ടും ചെയ്തു കൊടുക്കാൻ നോക്ക്. ആ പിന്നെ അടുക്കളയിൽ സാധനങ്ങളൊക്കെ തീർന്നു. നാളെ വല്ലതും വെക്കണമെങ്കിൽ മേടിച്ചേ പറ്റൂ. തീർന്നോ? 2300 രൂപയുടെ സാധനം മേടിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞില്ലല്ലോ. ഒരു മാസം തേക്കാനാണോ മേടിച്ചത്? ദിവസം എടുത്തോണ്ടിരിക്കല്ലേ, അപ്പൊ തീരും. മൃദുലയും അവളുടെ അച്ഛനും ജോലിക്കാരി ഉണ്ടായിരുന്നപ്പോ 1500 രൂപയുടെ സാധനം മേടിച്ച 1.5 മാസത്തേക്ക് തികയായിരുന്നു. ഇവിടെ ഇപ്പൊ നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. അതിന് അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ വെപ്പും കൂടി ഉണ്ടായിരുന്നോ? ഇപ്പോഴല്ലേ നിങ്ങൾ നല്ല ആഹാരം കഴിച്ചു തുടങ്ങിയത്? അപ്പൊ ചെലവും കൂടും. കറിയും വേണം, മോന്തേ നന്നായിരിക്കണം എന്ന് പറഞ്ഞാ കുറച്ച് പാടാ. ഒന്നടങ്ങ്. എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം. മഹിക്ക് ഫീൽ ചെയ്തോ? ഏയ് അല്ല, ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. ദേ പിന്നെ ഫിഷിനും വെജിറ്റബിൾസിനും ഒക്കെ ആയിട്ട് എന്റെ കയ്യിൽ ചെലവാക്കിയ രൂപയുടെ കണക്ക് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ഇങ്ങ് തന്നേക്കണേ. അല്ല, ചുമ്മാ നിൽക്കുവാണോ? ഒരു ബാസ്ക്കറ്റ് എടുത്ത് പയർ ഐറ്റംസ് ഒക്കെ 2 പാക്കറ്റ് എടുത്തേ. മൃദുല മഹിയെ കണ്ടിട്ടില്ലെന്ന് ഉറപ്പാണോ? ഇല്ലെന്നാണ് തോന്നുന്നത്. പരസ്പരം കാണാതെ പോയതിൽ വിഷമം തോന്നുന്നുണ്ടാവും. ഈ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ കാഴ്ച അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. യാമിനിയേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൃദുല. കുറ്റപ്പെടുത്തുകയല്ല, നീ എന്നോടൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. എങ്കിലും യാമിനിയുടെ പെരുമാറ്റം നീ മനഃപൂർവ്വം സഹിക്കുകയാണെന്ന് എനിക്കറിയാം. മൃദുലയുടെ കൊച്ചു കൊച്ചു തെറ്റുകൾ പോലും പൊറുക്കാൻ കൂട്ടാക്കാത്ത നീ യാമിനിയുടെ വലിയ തെറ്റുകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു. അടുത്തു നിന്നും അകന്നു നിന്നും ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടതാണ്. മൃദുലയുടെ പോരായ്മകൾ മാത്രമേ മഹി ശ്രദ്ധിച്ചുള്ളൂ, നന്മകൾ കണ്ടില്ല. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? അല്ല, കുറ്റം നിന്റേത് മാത്രമല്ലല്ലോ. ഞാനും ഊർമിളയും കുറ്റക്കാരാണ്. മാസം ഇത്രയും കഴിഞ്ഞെങ്കിലും ആ കുറ്റബോധം ഇനിയും മാറിയിട്ടില്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ ചെന്നപ്പോൾ യാമിനി നിന്റെ കൂടെ താമസമായതറിഞ്ഞ് ഊർമിള വല്ലാതെ വിഷമിച്ചു. മൃദുല അറിഞ്ഞു കാണുമോ? അറിഞ്ഞാൽ ആ കുട്ടിയും വിഷമിക്കാതിരിക്കില്ല. ഒന്നുമില്ലെങ്കിലും നിന്റെ ഭാര്യയായി കുറെ കാലം കഴിഞ്ഞല്ലേ. ആ സ്ഥാനത്ത് മറ്റൊരു സ്ത്രീയെ ഒരു പെണ്ണിന് സങ്കല്പിക്കാൻ ഒക്കുവോ? പോക്കരിത്തരം പറഞ്ഞാലുണ്ടല്ലോ. ആലോചനയും കൊണ്ട് പോയത് നീയല്ലേ. എന്നെ വീണ്ടും കെട്ടിക്കാൻ നിനക്കും ഡോക്ടർക്കായിരുന്നല്ലോ വലിയ തിരക്ക്. എന്നിട്ട് ഇപ്പൊ കാല് മാറുന്നോ? അതിങ്ങനത്തെ ഒരു പാരയായിട്ട് മാറുമെന്ന് ഞാൻ അറിഞ്ഞോ? ആ അമേരിക്കക്കാരിയെ കേരളത്തിന് താങ്ങാൻ പറ്റുമെന്ന് മഹിക്ക് തോന്നുന്നുണ്ടോ? വൈകിട്ടില്ല. പ്രൊബേഷൻ കഴിയുന്നതിന് മുമ്പ് കൺഫർമേഷൻ ആക്കാതെ അതിനെ അങ്ങ് ടെർമിനേറ്റ് ചെയ്താൽ മതി. എന്താ ഒരു ആലോചന? ഏയ് ഒന്നുമില്ല. ഷോപ്പിംഗ് കോംപ്ലക്സ് ഇറങ്ങിയത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. മഹി വല്ലാതെ മൂടിയായിരിക്കുന്നു. ഏയ് ഒന്നും മറച്ചു വെക്കണ്ട, എന്നോട് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാം. നമുക്ക് രണ്ടുപേർക്ക് ഇവിടെ തുല്യ സ്ഥാനമാ. ഏയ് അങ്ങനെ ഷെയർ ചെയ്യാനുള്ളൊന്നുമില്ല. എന്തോ ഓർത്ത് നിന്നുപോയി, അത്രേ ഉള്ളൂ. അതും ഷെയർ ചെയ്യേണ്ടതാ. എന്താ ഓർത്തെന്ന് അറിയാത്ത സ്ഥിതിക്ക് വേണ്ട. ഇന്ന് ബോംബെന്ന് ഡാഡിയുടെ കോൾ ഉണ്ടായിരുന്നു. പ്രൊബേഷൻ പീരീഡ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇതുവരെ ഞാൻ ഫുൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. ഡാഡിക്ക് ഹാപ്പിയായി. അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ട്. കിടക്കാറായെങ്കിൽ കിടന്നോ. ഗുഡ് നൈറ്റ്.
ഉള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ. യാമിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു മൃദുല. അടുത്തു നിന്നും അകന്നു നിന്നും ഞാൻ നിങ്ങളുടെ ജീവിതം കണ്ടതാണ്. മൃദുലയുടെ പോരായ്മകൾ മാത്രമേ മഹി ശ്രദ്ധിച്ചുള്ളൂ, നന്മകൾ കണ്ടില്ല. എത്രയാ? 10 രൂപ. ഇതെന്താ രാവിലെ ഒരു മുന്നറിയിപ്പില്ലാതെ? എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. കൈ വെട്ടിച്ച് കാര്യം പറയടി. കാര്യം പറഞ്ഞിട്ട് കൈവിടാം. കഷ്ടം, നടക്കങ്ങോട്ട്. നേരാണോ നീ പറഞ്ഞത്? നേരായതുകൊണ്ടല്ലേ അവള് രാവിലെ തന്നെ ഓടി വന്നത്. ഊർമിള എങ്ങനെ അറിഞ്ഞു? മൃദുലയുടെ അയൽവാസി ശാരദ ഊർമിളയുടെ കൂടെ പഠിച്ചതാ. അവര് പറഞ്ഞ അറിഞ്ഞത്. ആ മഹിളാ സമാജം രാഗിണിയുടെ കെയർ ഓഫിലുള്ള ഒരു പ്രപ്പോസലാ. പയ്യന് ബാങ്കിലാ ജോലി. അതും ഒരു ഡൈവേഴ്സ് കേസാ. മൃദുല സമ്മതിച്ചിട്ടില്ല. പക്ഷേ മാഷ് നിർബന്ധിച്ചോണ്ടിരിക്കുക. ഞാനൊന്ന് ഓഫീസിലേക്കില്ല, ഇവിടെ ഇറങ്ങിക്കോ. മഹി എങ്ങോട്ട് പോകുന്നു? ഒരു സ്ഥലം വരെ. ആ മഹേഷോ, അകത്തേക്ക് വരാലോ. ഇരിക്കൂ. ഇവിടെ അടുത്ത് ഏതോ വർക്ക് നടക്കുന്നുണ്ടെന്ന് ആരോ പറയണത് കേട്ടു. അവിടെ വന്നപ്പോ ഇവിടെയും ഒന്ന് കേറി പോകാന്ന് വിചാരിച്ചു അല്ലേ? അല്ല, ഞാൻ ഇവിടേക്ക് തന്നെ വന്നതാ. എന്താ വിശേഷം? ഞാനൊരു കാര്യം അറിഞ്ഞു. അത് ശരിയാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്താണ് അറിഞ്ഞതെന്ന് പറഞ്ഞാലല്ലേ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാനൊക്കൂ. മൃദുലേക്ക് വേറെ കല്യാണം ആലോചിച്ചെന്ന് കേട്ടു. എന്റെ കാലം കഴിഞ്ഞാ പിന്നെ അവൾക്ക് ആരാ ഉള്ളത്? അതിനു മുമ്പ് സ്വന്തം മോളെ ഒരു കര പറ്റിക്കാൻ ഏത് പിതാവ് ആഗ്രഹിക്കാത്തത്? ഒരു രണ്ടാം കെട്ടുകാരനെയാണ് മൃദുലേക്ക് വേണ്ടി ആലോചിക്കുന്നതെന്ന് കേട്ടു. അതെ, ഡൈവേഴ്സ് കഴിഞ്ഞൊരു പെണ്ണിന് ആദ്യ കെട്ടുകാരൻ തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ ഒക്കൂ? മൃദുവിനും അച്ഛനും സമ്മതമാണെങ്കിൽ അവളെ വീണ്ടും വിവാഹം കഴിക്കാൻ ഞാൻ ഒരുക്കുക. അത് നടക്കില്ല. വീണ്ടും വിചാരമില്ലായ്മയുടെ പേരിൽ ബാലിശമായ ഒരു വാശിയുടെ പുറത്ത് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയെങ്കിലും ഇത്രയും നാള് എൻ്റെ മോളും നിങ്ങളെക്കുറിച്ച് ഓർത്ത് കഴിയുകയായിരുന്നു. തൻ്റെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനെ കാണാൻ അവൾക്ക് കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. പക്വതയില്ലാത്ത കുട്ടിയല്ലേ അവള്. ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും താൻ അവളെ കാണാൻ വരുമെന്ന് അവൾ കൊതിച്ചിരുന്നു. തന്നോടൊപ്പം ഒരു അമേരിക്കക്കാരി വന്ന് താമസമാക്കി എന്ന വിവരം അറിയുന്നത് വരെ ആ പ്രതീക്ഷ എൻ്റെ മോൾക്കുണ്ടായിരുന്നു. അതറിഞ്ഞതിന് ശേഷമാണ് അവളുടെ സമ്മതമില്ലാഞ്ഞിട്ട് കൂടി ഞാൻ അങ്ങനെ ഒരു ആലോചനയ്ക്ക് മുതിർന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഞാനെന്നും മൃദുലയുടെ പഴയ മഹി തന്നെയാ. എനിക്കവളെ തിരിച്ചു കാണാം. അതിന് അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. അവളുടെ വാശി മഹിക്കറിയാവുന്നതല്ലേ. അഥവാ സമ്മതിച്ചാൽ തന്നെ ഇപ്പൊ കൂടെ കൂടിയിരിക്കുന്നവള് അങ്ങനെ അങ്ങട് പൊടിയും തട്ടി ഇറങ്ങിപ്പോവോ? അവളെ ഇറങ്ങിപ്പോണമെങ്കിൽ മൃദു എന്റെ ജീവിതത്തിലേക്ക് വന്നേ പറ്റൂ. അപ്പോ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് എന്റെ മോളെ തിരികെ വിളിക്കുന്നത് അല്ലേ? അല്ല, വിധി കൂട്ടിച്ചേർത്താണ് ഞങ്ങളെ. അത് നിയമം കൊണ്ട് വേർപെടുത്തിയത് അബദ്ധം. അച്ഛൻ മൃദുലെ ഒന്ന് വിളിക്കൂ, ഞാൻ സംസാരിക്കാം. അവളിവിടെ ഇല്ല. എവിടെ പോയി? അപ്പുറത്തൊരു കൂട്ടുകാരുടെ വീട്ടിലാ. വിരോധലിന്ന് വിളിക്കോ, ഞാൻ വെയിറ്റ് ചെയ്യാം.
എന്താ അച്ഛാ വിളിച്ചേ? ആ ഒരു ഗ്ലാസ് ചായയോ നാരങ്ങ വെള്ളമായിട്ട് മോൾ അപ്പുറത്തോട്ടൊന്ന് വന്നേ. ദേ നിന്നൊരാള് കാണാൻ വന്നിരിക്കണു. എനിക്കിനി ആരെയും കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛന് ഞാനൊരു ശല്യമാണെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. അച്ഛന് മോളൊരു ശല്യോ? നീ എന്താ ഈ പറയണേ? ഇത് പെണ്ണ് കാണലൊന്നുമല്ല. നമുക്ക് വേണ്ടപ്പെട്ട ഒരാള് നമ്മുടെ വീട്ടിൽ വരുമ്പോ അയാൾക്കൊരു ഗ്ലാസ് ചായ കൊടുക്കേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? ഈ വീട്ടിലൊരു പെണ്ണുള്ളപ്പോ ഞാനത് ചെയ്യുന്നത് ശരിയാണോ? അവളിപ്പോ വരും. മഹേഷാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല. അറിഞ്ഞാൽ അവൾ വന്നില്ലെങ്കിലോ? ഞാനാണെന്നറിഞ്ഞ അവള് വരില്ലേ? നേരത്തെ ആയിരുന്നെങ്കിൽ അവൾ വന്നാനേ. ഇപ്പോഴത്തെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല.